അഷ്ടദള ശ്രീകോവിലോടുകൂടിയ ഭാരതത്തിലെ ഏക മഹാശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി ലോകത്തിന് പ്രതീക്ഷയായി ലോക ജനതയുടെ ജീവിത ആചാര്യന്മാരുടെ ശാശ്വതമായി ഈ ധർമ്മം നിരന്തരം ലോകത്ത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ആചാര്യന്മാരെ ആനയിച്ചുള്ള ഘോഷയാത്രയാണ് ശ്രീ വടേശ്വരം ശിവക്ഷേത്രത്തിലേക്ക്. 7 ദിവസത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്വാമിമാരെയും ആചാര്യന്മാരെയും ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ്. കിലോമീറ്ററോ അകലെയുള്ള കീച്ചേരി കുന്നിൽ നിന്ന് മഹാശിവക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയാണ്. കൊച്ചുകുട്ടികളും മുതിർന്നവരും പ്രായഭേദമെന്ന് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഘോഷയാത്ര, സ്വാമിമാരെയും നയിച്ചുകൊണ്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആചാര്യന്മാരെ നയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ. വടേശ്വരം മഹാശിവക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ് ആനയിക്കുന്നത്. അവിടെ നടക്കുന്ന വിവിധ ചടങ്ങുകൾ, സ്വാമിമാരെ ആനയിച്ചുകൊണ്ടുള്ള വിവിധ ചടങ്ങുകൾ, യജ്ഞ പ്രഭാഷണം, യജ്ഞ ദീപം തെളിയിക്കൽ, യജ്ഞ പ്രാർത്ഥന എല്ലാം തിരുമുറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഘോഷയാത്ര തിരുമുറ്റത്തേക്കാണ്. മഹാശിവക്ഷേത്രത്തിലേക്ക് ഭാരതത്തിലെ അഷ്ടദള ശ്രീകോവിലോടുകൂടിയ ഏക മഹാശിവക്ഷേത്രമാണ്. ഭാരതത്തിലെ ഏക മഹാശിവക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ് സ്വാമിമാരെ നയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. തിരുമുറ്റത്തെ വിവിധ ചടങ്ങുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രാർത്ഥനയും നിലവിളക്കുകൊളുത്തലും പ്രഭാഷണ ആരംഭവും അതുപോലെ തന്നെ ഈ തിരുമുറ്റത്തെത്തുന്ന 7 ദിവസം തിരുമുറ്റത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം തന്നെ അന്നപ്രസാദം നൽകുന്ന അവിടുത്തെ അന്നപ്രസാദം നൽകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും നിങ്ങൾക്ക് ദൃശ്യമാകും. 7 ദിവസം ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് അന്നദാന പ്രസാദം 7 ദിവസവും നൽകിക്കൊണ്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ക്ഷേത്ര തിരുമുറ്റത്തേക്ക് സ്റ്റെപ്പ് കയറി എത്തിക്കഴിഞ്ഞു. പടികൾ ചവിട്ടിയാണ് സ്വാമിമാർ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ചില ചടങ്ങുകൾ നിങ്ങൾക്ക് ദൃശ്യമാകും, കാണാൻ പറ്റും. ക്ഷേത്രത്തിലെ പൂജാരി സ്വീകരിക്കുന്ന ദൃശ്യമാണ്. ആചാര്യന്മാരെയും സ്വാമിമാരെയും സ്വീകരിച്ചു കൊണ്ടുള്ള ദൃശ്യമാണ്. തിരുമുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു. പ്രാർത്ഥനയോടെ എല്ലാവരും നമസ്കരിച്ചുകൊണ്ട് ഉള്ള ചടങ്ങുകൾ, തുടർന്ന് പ്രാർത്ഥനയും ദീപം തെളിയിക്കലും പ്രഭാഷണവും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം. ഏകം ദേവം ത്വനേകം പരമഗുണയുതം ദേവദേവം പ്രസന്നം ശുണ്ഡാദണ്ഡാഢ്യഗണ്ഡോത്കലിത മദജലോല്ലോലമത്താലിമാലം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം
श्रीगणेशं नमामि शिवाय परमेश्वराय चन्द्रशेखराय नमः ॐ भवाय गुणसम्भवाय शिवताण्डवाय नमः ॐ भवाय गुणसम्भवाय शिवताण्डवाय ഇവിടെ ഇന്ന് മഞ്ഞല ഇതുപോലെയുള്ള ഒത്തുകളികളൊക്കെ അടിച്ച് ഉരുളുള്ളതായ മഹാശിവക്ഷേത്രത്തിലെ താഴികക്കുടമാണ് ദൃശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മേൽശാന്തി ദീപവുമായി എത്തിക്കഴിഞ്ഞു. ആചാര്യന്മാർ ദീപം കൊളുത്തി ആരംഭം കുറിക്കുന്ന ദൃശ്യമാണ്. യജ്ഞാചാര്യൻ ദീപം തെളിയിക്കുന്നു. കുറേയേറെ പല ക്ഷേത്രങ്ങളുമായിട്ട് നടക്കാറുണ്ട്. സ്വാമിമാർ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതാണ്. യജ്ഞങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭാഗവത സപ്താഹങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാമിജി സ്വാമി ഭാഗവതകാരന്മാരൊക്കെ തന്നെ അമൃതകൃപാനന്ദപുരി ആണ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. മഠാധിപതി മാതാ അമൃതാനന്ദമയി മഠം, കണ്ണൂർ. ധനാഗമത്തിന് വേണ്ടി മാത്രമായി നടത്തപ്പെടുന്ന കാര്യമായി പോകുന്നു. യഥാർത്ഥമായ ഭാഗവത തത്വങ്ങൾ ഭക്തഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അതിൽ ഉണ്ടാവുകയുണ്ടായി. കുറച്ചൊക്കെ അതിന് സത്യമുണ്ട് എന്നുള്ളതും സ്വാമിജി തത്വാനന്ദ സരസ്വതി ചിന്മയ മിഷൻ കൊയിനാച്ചി. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ വ്യാഖ്യാനം വളരെ കുറവാണ്. പാരായണം മാത്രമേ ഉള്ളൂ. മലബാറിലാണ് മൂലം വായിക്കുന്നത് കൂടുതൽ. തുടർന്ന് യജ്ഞം, ശ്രീമദ് ഭാഗവത യജ്ഞത്തിന്റെ ആരംഭം. സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം യജ്ഞാചാര്യൻ സബു സ്വാമി നിഗമാനന്ദൻ തീർത്ഥ പ്രാർത്ഥർ. നാളെ മുതൽ 7 ദിവസം ഈ ക്ഷേത്ര ഓംകാര ആശ്രമ ദേശമംഗലം, തൃശ്ശൂർ. അതിൻ്റെ കാര്യക്രമങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ, ചിലത് അറിയിക്കാൻ വേണ്ടിയാണ് സാധാരണയായി മാഹാത്മ്യ പാരായണം അല്ലെങ്കിൽ മാഹാത്മ്യ പ്രവചനം നടത്താറ്. ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ശാശ്വതമായ മൂല്യങ്ങളെയും തത്വചിന്തകളെയും ഇവയ്ക്കെല്ലാം വർത്തമാനകാലത്തുള്ള പ്രസക്തിയെയും അവയുടെ പ്രായോഗികതയെ കുറിച്ച് കൂടുതൽ അറിയാനും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും സ്വകീയമാക്കി ജീവിതത്തിൽ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ശ്രീമദ് ഭാഗവതത്തിലൂടെ അനാദിയായ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഗഹനമായി, വിശദമായി, ആധികാരികമായി ഗ്രഹിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഔപചാരികമായി ഒരു അധ്യായം വായിക്കാം. ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ സായാഹ്നം, ഈ ഒരു കാലാംശം ഉപസംഹരിക്കാം. ആദ്യം ഒരു അധ്യായം വായിക്കാം. അസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണ സാഹചര്യത്തിൻ്റെയും ഓരോ വ്യക്തിയുടെ മാനസിക ബൗദ്ധിക നിലവാരത്തിൻ്റെയും അവരുടെ ചുറ്റുപാടുകളെയും ഒക്കെ അനുസരിച്ച് എങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, എന്താണ് ഇതിൻ്റെ ഏകോപനത്തിൻ്റെ രസതന്ത്രം
ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ വന്നാൽ, നിങ്ങൾ ഹിന്ദുക്കൾ എന്ന പേര് കേട്ടവരാണല്ലോ ജനത, അത് നഷ്ടപ്പെട്ടു പോകാതെ പരിരക്ഷിക്കുന്ന ഒരു ജനത, അതിൽ ആവേശവും അഭിമാനവും കൊള്ളുന്ന ഒരു ജനത, അത് ലോകത്തിന് മുഴുവൻ ആശ്രയമായി, ലോകത്തിന് മുഴുവൻ നിർഭയമായി, ലോകത്തിന് ആശ്വാസമായി, ലോകത്തിന് പ്രതീക്ഷയായി, ലോക ജനതയുടെ ജീവിത വീക്ഷണ നിർണയത്തിനായി ശാശ്വതമായി ഈ ധർമ്മം നിരന്തരം ലോകത്ത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഇത് സാധ്യമാക്കുന്നു? ഇത്ര പഴക്കം ചെന്ന ഒരു സംസ്കൃതി, അതിലൊരു വൈദിക പാരമ്പര്യമുണ്ട്, താന്ത്രികമായ വിധാനങ്ങളുണ്ട്, കലാപരമായ അവതരണ ക്രമങ്ങളുണ്ട്, വ്യത്യസ്തമായ ജീവിത രീതികളും വീക്ഷണങ്ങളും സാമൂഹിക ഘടനയുമൊക്കെ ഈ രാഷ്ട്രത്തിന്റെ ഈ സംസ്കൃതിയുടെ സവിശേഷതകളാണ്. എങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു, എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്, അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് എപ്പോഴും ലോകം, പ്രത്യേകിച്ച് ബുദ്ധിപരമായ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന സമീപിക്കുന്ന മനുഷ്യർ എപ്പോഴും ഈ വിഷയത്തിൽ നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നും ആ അന്വേഷണം നടക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഇടങ്ങളിൽ കൂട്ടായ മനുഷ്യർ താമസിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായ വ്യവസ്ഥകളും ജീവിത രീതികളും ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കാലക്രമേണ ഒട്ടാകെ പരിവർത്തനം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാതെ പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധം അതിന്റെ അനന്തരഫലങ്ങളോ കാണാതെ പഠിച്ചു. അടി കിട്ടിയതിന്റെ തഴവ് എപ്പോഴും പോയിട്ടുണ്ടാവില്ല. ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, പിന്നെ അങ്ങനെ കുറെ ഇതൊക്കെ പഠിച്ചു. സൈന്റിസ്റ്റ് ഇതൊക്കെ പല കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കേണ്ടത് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഇതൊക്കെ പഠിച്ച് സമയം കളഞ്ഞു അടി വാങ്ങി എന്നല്ലാണ്ട് അതുകൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് നമ്മുടെ സംസ്കൃതിയിൽ അഭിമാനം കൊള്ളുന്നതിന് ഒരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മ വരുത്തുന്നതിന് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമേ അത് അറിവാകും. അല്ലാതുള്ള അറിവുകളെല്ലാം വൈകല്യമായിട്ടാണ് മാറുക. അത് വൈകല്യമായി തീരും. അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ട വിധത്തിൽ അറിയേണ്ടവരെന്നും അത് കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ. അറിയേണ്ട സമയത്ത് അറിയേണ്ടതുപോലെ അറിയുമ്പോൾ മാത്രമേ അത് അറിവാകും. അല്ലെങ്കിൽ ഇതെല്ലാം എന്തായി മാറും? വൈകല്യങ്ങളായി മാറും. യഥാർത്ഥത്തിൽ അതിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തലമുറയിൽ കാണുന്ന പ്രകടമായ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ ക്രമം നഷ്ടപ്പെട്ടു പോയതാണ്. അതിൽ ഭാരതത്തിന് തനതായ ജീവിത പദ്ധതിയും വിദ്യാഭ്യാസ നയവും സാമൂഹിക ജീവിത ക്രമവും ഇതെല്ലാം എവിടേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് കൃത്യമായി യുക്തഭദ്രമായി ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തത്വചിന്ത വിശദമായി പഠിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ധർമ്മത്തോട്, സംസ്കൃതിയോട്, ഈ ധർമ്മത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആദരവും അഭിമാനവും ഉണ്ടാകും. നമ്മളെ കവി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം. എങ്ങനെയുണ്ടാകും അഭിമാനം? ഈ രാഷ്ട്രത്തിന്റെ സന്തതിയായി, ഈ ധർമ്മത്തിന്റെ ഒരു അംഗം അല്ലെങ്കിൽ കന്നിയായി ജനിക്കാൻ കിട്ടിയതിലുള്ള സൗഭാഗ്യം ഞാൻ എങ്ങനെ അറിയും? കുറേ ഭക്ഷണം കഴിച്ചു, 80-85 കൊല്ലക്കാലം ജീവിച്ചു, ഈ മണ്ണിൽ വെന്തെരിഞ്ഞോ അല്ലെങ്കിൽ പുഴുക്കൾക്ക് ഭക്ഷണമായി തീരുന്നതാണ് എല്ലാവരുടെയും ജീവിതം. പക്ഷെ അതിൽ നമുക്കൊരു അഭിമാനം, ഒരു ആവേശം, അല്ലെ, ഒരു സാഫല്യം, ചാരിതാർത്ഥ്യം, കൃതാർത്ഥത, ഇതൊക്കെ മുറിഞ്ഞു പോകാതെ നമ്മുടെ ഉള്ളിൽ 7 ദിവസം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാന പ്രസാദം നൽകുന്നതിന് വേണ്ടിയുള്ള കലവറയും മറ്റിരിപ്പിടങ്ങളുമാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഭാരതത്തിലെ അഷ്ടദളത്തോട് കൂടിയ ശ്രീകോവിലോട് കൂടിയ ഭാരതത്തിലെ ഏക മഹാശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം, അതിൻ്റെ ദൃശ്യമാണ്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാന പ്രസാദം നൽകുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം.